വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പിനിവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പിനിവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പുത്തൻ മുഖങ്ങളും റൗണ്ടുകളുമായി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് ടീം അംഗങ്ങളെ സ്വാഗതം ചെയ്യാം. ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ടീം ചുള്ളിയാംകുളം. അനു ജോമി, ഹോളി ഫാമിലി ചർച്ച് ചുള്ളിയാംകുളം. ആലിസ് ജോഷി, ഹോളി ഫാമിലി ചർച്ച് ചുള്ളിയാംകുളം. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം പാലക്കാട് ടൗൺ ടീം. ഡെയ്നി ബെൻ, നിത്യസഹായമാത ടൗൺ ചർച്ച് പാലക്കാട്. ലില്ലി അലക്സ്, നിത്യസഹായമാത ടൗൺ ചർച്ച് പാലക്കാട്. നമുക്ക് ഇനിയും ഒരു ടീമും കൂടിയുണ്ട്. സ്വാഗതം ചെയ്യാം ടീം മലമ്പുഴ. ബീന ജെയിംസ്, സെന്റ് ജൂഡ് മലമ്പുഴ ചർച്ച്. വിദ്യ അജി, സെന്റ് ജോർജ് ചർച്ച് മലമ്പുഴ. മത്സരം തുടങ്ങാൻ സമയമായിരിക്കുന്നു. സ്വാഗതം ചെയ്യാം നമ്മുടെ ക്വിസ് മാസ്റ്ററിനെ, ഡോക്ടർ ഫാദർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മുഖം. പഴയ നിയമത്തിലാരും ദൈവത്തിൻ്റെ മുഖം ദർശിച്ചിരുന്നില്ല. മോശ പോലും ദൈവത്തിൻ്റെ തേജസ്സാർന്ന മുഖത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ കഴിയാത്തവനായിരുന്നു. എന്നാൽ ലോകമാദ്യമായി ദൈവത്തിൻ്റെ മുഖം ദർശിച്ചത് മനുഷ്യനായി അവതാരം ചെയ്ത യേശുക്രിസ്തുവിലാണ്. ഈശോ മിശിഹായാണ് ലോകം കണ്ട ദൈവത്തിൻ്റെ മുഖം. വചനം മാംസമായി അവതരിച്ച അവിടുത്തെ ജീവിതത്തിലേക്കും അവിടുത്തെ വാക്കുകളിലേക്കുമുള്ള സഞ്ചാരമാണ് വചനത്തിൻ്റെ പഠനം. അത് നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരംഭിക്കുന്നതിന് മുൻപ് ഏതാനും പൊതുനിർദ്ദേശങ്ങൾ. ഈ മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ളത് 3 ടീമുകളാണ്. ടീം പാലക്കാട് ടൗൺ, ടീം മലമ്പുഴ, ടീം ചുള്ളിയാംകുളം. ഈ 3 ടീമുകൾ മാത്രമല്ല നമ്മുടെ കൂടെയുള്ളത്. ഇവരെ സഹായിക്കാൻ എത്തിയിരിക്കുന്ന 3 ഹെൽപ്പ് ഡെസ്കുകൾ കൂടിയുണ്ട്. 5 റൗണ്ടുകളാണ് ഈ മത്സരത്തിലുള്ളത്. 3 ടീമുകളാണ് മത്സരിക്കുന്നതെങ്കിലും ഈ എപ്പിസോഡ് പൂർത്തിയാകുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങളിൽ നിന്ന് 2 ടീമുകൾ മാത്രമായിരിക്കും. 3 ടീമിനും ഒരുപോലെ വിജയാശംസകൾ. നമുക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ റൗണ്ടിലേക്ക്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു സാധാരണ റൗണ്ടാണ്. ചോദ്യം നേരിട്ട് അറിയില്ലെങ്കിൽ അത് പാസ് ചെയ്യപ്പെടുന്നു, അത്രമാത്രമേ ഉള്ളൂ. മൈനസ് പോയിന്റുകളില്ല, മറ്റൊരാശങ്കയ്ക്കും വഴിയില്ല. ചോദ്യങ്ങൾ ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യം, സ്കോർ ബോർഡ് തുറക്കാൻ നിങ്ങളെ സഹായിക്കേണ്ട ചോദ്യമാണിത്. ടീം ചുള്ളിയാംകുളം, ചോദ്യം ഇതാണ്. ഈശോയുടെ അടുത്ത് രാത്രി വന്ന് സംസാരിക്കുന്ന ഫരിസേയനായ ഒരു യഹൂദ പ്രമാണിയുണ്ട്. ആരാണ്? നിക്കോദെമോസ്. ഉത്തരം ശരിയാണത് നിക്കോദെമോസ് ആണ്. ടീം ചുള്ളിയാംകുളം, അവർക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം പാലക്കാട് ടൗൺ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയായിരുന്നു പഠിച്ചത്? എല്ലാവരോടും ഒരുമിച്ച് ചേർന്നിരുന്ന് പഠിച്ചോ? 2 ദിവസം ഒരുമിച്ചിരുന്നു, ബാക്കി സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു.
അച്ഛൻ മാർട്ടിനച്ചനാണല്ലേ? അച്ഛൻ നിങ്ങളെ നന്നായി നിർബന്ധിച്ചിട്ടുണ്ടാവും. നിർബന്ധിച്ചോ? നന്നായി പ്രോത്സാഹിപ്പിച്ചു. ഓക്കെ, ആ പ്രോത്സാഹനത്തിൻ്റെ ഫലം നിങ്ങളുടെ ഉത്തരത്തിൽ കാണട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചോദ്യം ഇതാണ്: മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് പഴയ നിയമത്തിലെ ഏത് പുസ്തകത്തിലാണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ. ഉത്തരം തെറ്റാണ്. ചോദ്യം പാസ് ചെയ്യപ്പെടുന്നു. ടീം മലമ്പുഴ. സംഖ്യ 21:9. ഉത്തരം ശരിയാണ്. സംഖ്യയുടെ പുസ്തകത്തിലാണത്. ടീം മലമ്പുഴയ്ക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഇതൊരു കൂട്ടായ്മയുടെ മത്സരമാണ്. ഉത്തരം എന്നോട് പറയുന്നതിന് മുൻപ് ആലോചന ചോദിക്കേണ്ടത് ടീം അംഗങ്ങളോടാണ്. അപ്പോൾ വ്യക്തതയുണ്ടാകും, കൃത്യതയുണ്ടാകും. ഉത്തരങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. അടുത്ത ചോദ്യം ടീം മലമ്പുഴയ്ക്കാണ്. ചോദിക്കട്ടെ. മലമ്പുഴ ഒരു പിക്നിക് സ്ഥലമാണ്. ശലോമിൻ്റെ പ്രേക്ഷകർ മുഴുവനും മലമ്പുഴയിൽ വന്നിട്ടുണ്ടാവാൻ നല്ല സാധ്യതയുണ്ട് അല്ലേ? കൊറോണ കാലമൊക്കെ കഴിയുമ്പം നിങ്ങളുടെ നാട്ടിലൂടെയാണ് അധികം ആളുകൾ വരിക. അപ്പോൾ നിങ്ങളെ ടി വിയിലൊക്കെ കണ്ട് പരിചയിച്ചിട്ടുള്ള ആളുകളൊക്കെ നിങ്ങളുടെ ഭവനങ്ങളിലൊക്കെ വന്ന് അഭിനന്ദിക്കാനൊക്കെ ഇടവരട്ടെ. ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: കർത്താവിൽ വിശ്വസിക്കായിക മൂലം ലോകം നേരത്തെ തന്നെ ശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ശിക്ഷാവിധി എന്നാണ് യോഹന്നാൻ 3:19 പറയുന്നത്? ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികം അന്ധകാരത്തെ സ്നേഹിച്ചു. ഉത്തരം ശരിയാണ്. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു എന്നാണ് ആ തിരുവചനം. ടീം മലമ്പുഴയ്ക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. നാലാമത്തെ ചോദ്യം ടീം ചുള്ളിയാങ്കുളം. ചുള്ളിയാങ്കുളവും ഈ പറഞ്ഞതുപോലെ ഒരു വെള്ളച്ചാട്ടമൊക്കെയുള്ള മനോഹരമായ സ്ഥലമാണ്. പ്രകൃതി രമണീയമായ പച്ചപ്പും ഹരിതാഭയും ഒക്കെയുള്ള ഒരു പ്രദേശമാണ്. അവിടെ വചനത്തിന് നല്ല വളക്കൂറുള്ള മണ്ണുമാണ്. നിങ്ങളുടെ ഇടവക്കാരൊക്കെ തീക്ഷ്ണമായ വിശ്വാസം ജീവിതം നയിക്കുന്നവരാണ് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. നന്നായി പഠിച്ചിട്ടുണ്ടോ? നന്നായി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിച്ചോ അതോ വീടുകളിലിരുന്ന് ഒറ്റയ്ക്ക് പഠിച്ചോ? ഒരുമിച്ചിരുന്ന് പഠിച്ചുവെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഉത്തരം പറയാൻ കഴിയട്ടെ. ചോദ്യം ഇതാണ്: പരിശുദ്ധനായ യൗസേപ്പിനെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. നീതിമാനും ക്ഷമാശീലനുമായ അദ്ദേഹത്തോടുള്ള മതിപ്പ് വളരെയേറെ വർദ്ധിച്ചു. ഇത് പരിശുദ്ധ അമ്മ യൗസേപ്പ് പിതാവിനെക്കുറിച്ച് ആർക്കു നൽകിയ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമാണ്. മരിയ വാൾത്തോർത്തയ്ക്ക്. ഉത്തരം ശരിയാണ്. ഈ ദർശനം ലഭിച്ചത് മരിയ വാൾത്തോർത്തയ്ക്കാണ്. ടീം ചുള്ളിയാങ്കുളത്തിന് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം പാലക്കാട് ടൗണിലേക്കാണ്. ചോദ്യം ഇതാണ്: വിശുദ്ധ യൗസേപ്പ് പിതാവ് എങ്ങനെ സ്നേഹപൂർവമായി മറിയത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും ഈശോയുടെ പരിപാലനത്തിന് സന്തോഷപൂർവ്വം സമർപ്പിക്കുകയും ചെയ്തുവോ അതുപോലെ അദ്ദേഹം ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഇത് ഏത് അപ്പസ്തോലിക പ്രബോധനത്തിൽ യൗസേപ്പ് പിതാവിനെക്കുറിച്ച് പറയുന്നത്? രക്ഷകന്റെ പാലകൻ. ഉത്തരം ശരിയാണ്. രക്ഷകന്റെ പാലകൻ എന്ന അപ്പസ്തോലിക് എക്സോർട്ടേഷനിലാണ് ഈ പ്രബോധനം പരിശുദ്ധ പിതാവ് നൽകുന്നത്. പാലക്കാട് ടൗൺ ടീമിന് ലഭിക്കുന്നു 30 പോയിന്റുകൾ. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം മലമ്പുഴയ്ക്കാണ്. ടീം മലമ്പുഴ ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: വിശുദ്ധ യോഹന്നാൻ്റെ 2ാമത്തെ ലേഖനം ആരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്? അഥവാ ആർക്കെഴുതുന്നു എന്ന മട്ടിലാണ് അത് ആരംഭിക്കുന്നത്? ആലോചിച്ചു. ഒന്നുകൂടെ ചോദ്യം പറയാം. വിശുദ്ധ യോഹന്നാൻ്റെ 2ാം ലേഖനം ആരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അഥവാ ആർക്കെഴുതുന്നു എന്നുള്ള വിധത്തിലാണ് ആരംഭിക്കുന്നത്? തിരഞ്ഞെടുക്കപ്പെട്ട മഹദിക്കും മക്കൾക്കും. ഉത്തരം തിരഞ്ഞെടുക്കപ്പെട്ട മഹദിക്കും മക്കൾക്കും എന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ്റെ 2ാമത്തെ ലേഖനം ആരംഭിക്കുന്നത്. ഉത്തരം ശരിയാണ്. ടീം മലമ്പുഴ നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. കൂട്ടത്തിലൊന്ന് ചോദിക്കട്ടെ, ആരാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട മഹദി? ആരാണ് അവളുടെ മക്കൾ?
സഭയും സഭാംഗങ്ങളും. പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ സ്ഥാപിച്ച തൻ്റെ സഭയെ ആയിരിക്കാം മഹതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മഹതിയും അവളുടെ മക്കളും എന്ന് പറയുമ്പോൾ അതൊരു പർട്ടിക്കുലർ ചർച്ചിനെയും അതിൻ്റെ അംഗങ്ങളെയും ആകാം സൂചിപ്പിക്കുന്നത്. അത് എവിടെ നിന്ന് കിട്ടിയ ഉത്തരം? ഞങ്ങളുടെ കയ്യിലൊരു പുസ്തകം ഉണ്ടായിരുന്നു, അതിനകത്ത് കണ്ടതാ. നിങ്ങൾ കൂടുതൽ പുസ്തകങ്ങളൊക്കെ വായിച്ചു പഠിച്ച് ഒരുങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ചോദ്യത്തോടു കൂടെ നമ്മുടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ആദ്യത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ അക്കൗണ്ട് എന്ന് പരിശോധിക്കാം. നമുക്ക് പോകാം സ്കോർ ബോർഡിലേക്ക്. ഒന്നാം റൗണ്ട് പിന്നിടുമ്പോൾ ടീം മലമ്പുഴ നേടിയിരിക്കുന്നത് 80 പോയിന്റ്സ്, ടീം പാലക്കാട് ടൗൺ നേടിയിരിക്കുന്നത് 30 പോയിന്റ്സ്, ടീം ചുള്ളിയാകുളം നേടിയിരിക്കുന്നത് 60 പോയിന്റ്സ്. രണ്ടാമത്തെ റൗണ്ടിലേക്ക്. ചോദ്യം ആരോടും പേഴ്സണലായി ചോദിക്കില്ല, പകരം ക്വിസ് മാസ്റ്റർ ചോദ്യം പൊതുവായി അനൗൺസ് ചെയ്യും. ക്വിസ് മാസ്റ്റർ ചോദ്യം ചോദിച്ച് തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ബസ്രമർത്താം. നിങ്ങൾ ബസ്രമർത്തിയാൽ ഞാൻ ചോദ്യം പറയുന്നത് അവിടെ വെച്ച് നിർത്തും, നിങ്ങളുടെ ഉത്തരം കേൾക്കും. ഉത്തരം കേട്ടതിന് ശേഷം ഞാൻ ചോദ്യം പൂർത്തീകരിക്കും, എന്നിട്ട് ഉത്തരം ശരിയെങ്കിൽ ശരിയെന്ന് പറയും, തെറ്റെങ്കിൽ അത് പാസ് ചെയ്യും. ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും 30 പോയിന്റുകൾ. ഉത്തരം തെറ്റിയാൽ 5 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം അപേക്ഷിക്കാം. നിങ്ങൾക്ക് കരങ്ങൾ ഉയർത്തി ഹെൽപ്പ് ഡെസ്ക് വേണം എന്നാവശ്യപ്പെടാം. അപ്പോൾ ക്വിസ് മാസ്റ്റർ അതിനനുവദിക്കും. വയർലെസ്സിൻ്റെ ഒരെൻഡ് നിങ്ങളുടെ അടുത്തേക്കും ഒരെൻഡ് ഹെൽപ്പ് ഡെസ്കിൻ്റെ അടുത്തേക്കും പോകും. അവരുടെ സഹായത്തോടെ നിങ്ങൾക്ക് ഉത്തരം പറയാം. അവരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾ ഉത്തരം ശരിയായി പറയുകയും ചെയ്താൽ നിങ്ങൾക്ക് 20 പോയിന്റ് ലഭിക്കും. എന്നാൽ അവരുടെ സഹായം എടുത്തിട്ട് നിങ്ങൾ ഉത്തരം തെറ്റിച്ചാൽ നിങ്ങളുടെ അടുത്തുനിന്ന് 5 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കുകയും ചെയ്യും. ഓക്കെ, പേടിയൊന്നുമില്ലല്ലോ? പേടിയൊന്നുമില്ലല്ലോ? ഉണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യം ആരംഭിക്കുന്നു. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ആരാണ് ബസ്രമർത്തിയത്? ടീം പാലക്കാട് ടൗൺ. ടീം പാലക്കാട് ടൗൺ ആണ് ബസ്രമർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഉത്തരം കൃത്യമായി ഊഹിക്കാമെങ്കിൽ നിങ്ങൾക്കത് പറയാം. വചനം പറഞ്ഞ പോരെ. ഉത്തരം കൃത്യമായി അറിയാമെങ്കിൽ നിങ്ങൾക്കത് പറയാം. തെറ്റിച്ച് പറഞ്ഞാൽ 5 പോയിന്റ് മൈനസ് എടുക്കും, അല്ലെങ്കിൽ പറയാതിരിക്കും. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയുകയില്ല എന്നും യേശു കർത്താവാണെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല എന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വചനം മുഴുവനും പറയാനാണ് അച്ഛൻ ചോദിക്കാൻ പോകുന്നത്, അല്ലേ? അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെയാണ് കരുതിയത്. നിങ്ങൾക്കൊരു അവസരം കൂടി ഞാൻ തരാം. വ്യക്തമായി നിങ്ങൾക്കൊരു വാക്ക് ഉത്തരമായി പറയാം. ഒന്ന് കൊറിന്തോസ് 12:3. 1 കൊറിന്തോസ് 12:3 എന്നാണ് ഇവർ നൽകിയിരിക്കുന്ന ഉത്തരം. ചോദ്യം എന്താണെന്ന് പരിശോധിക്കാം. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്നൊരിക്കലും പറയുകയില്ല. അതുപോലെ യേശു കർത്താവാണെന്ന് പറയാൻ ആരു മുഖേന മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. ചോദ്യം പാസ് ചെയ്യപ്പെടുകയാണ്. ടീം മലമ്പുഴ. പരിശുദ്ധാത്മാവ് മുഖേന. ഉത്തരം ശരിയാണ്. പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ടീം മലമ്പുഴയ്ക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ ഊഹം അല്പം തെറ്റിപ്പോയിരിക്കുന്നു. ഒരുപക്ഷെ അല്പം കാത്തിരുന്നെങ്കിൽ നിങ്ങൾ കൃത്യമായി ഉത്തരം പറഞ്ഞേനെ. നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് 5 പോയിന്റ്. അടുത്ത ചോദ്യം. ശ്രദ്ധാപൂർവം കാതോർക്കുക, ധൈര്യമുണ്ടെങ്കിൽ ബസ്രമർത്തുക. ചോദ്യം ഇതാണ്. ദൈവം സഭയിൽ അപ്പസ്തോലന്മാർ, പ്രവാചകന്മാർ, പ്രബോധകർ തുടങ്ങി വിവിധ പദവികളിൽ ഉള്ളവരെ നിയമിച്ചിരിക്കുന്നു. ഇവരിൽ ആരെയാണ് ഒന്നാമതായി നിയമിച്ചിരിക്കുന്നത്? പാലക്കാട് ടൗൺ ആണ് വീണ്ടും ബസ്രമർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആലോചിക്കാം. ഉത്തരം തയ്യാറെങ്കിൽ പറയാം. അപ്പോസ്തലരെ. ഉത്തരം ശരിയാണ്. അപ്പസ്തോലന്മാർ. അതാണ് അതിൻ്റെ ഉത്തരം. കാരണം പരിശുദ്ധ സഭയെ നയിക്കുന്നതിനും ഭരിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമായി ദൈവം ഒന്നാമതായി നിയമിച്ചിരിക്കുന്നത് അപ്പസ്തോലന്മാരെയും അവരുടെ പിൻഗാമികളായ മെത്രാന്മാരെയുമാണ്. ടീം പാലക്കാട് ടൗൺ, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ചോദ്യം ഇതാണ്. സഭയിൽ 10,000 വാക്കുകൾ ഭാഷാവരത്തിൽ സംസാരിക്കുന്നതിനേക്കാൾ താൻ ഇഷ്ടപ്പെടുന്നത് എന്താണെന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. ടീം ചുള്ളിയാങ്കുളം. ചോദ്യം ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ ഉത്തരം അറിയാമെന്നൊരു വിചാരം ഉണ്ടായല്ലേ? ചോദിക്കും, ഉത്തരം പറ.
ചോദ്യം ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ ഉത്തരം അറിയാം എന്നൊരു ബോധ്യമുണ്ടായി. അതുകൊണ്ടാണ് പറയാൻ ചാടി വന്നത്. എന്നാ പറ. 5 പേർ ബോധപൂർവം സംസാരിക്കുന്നു. 5 പേരോ? 5 പേർ. 5 പേർ. ഉത്തരം തെറ്റാണ്. ചോദ്യം പാസ് ചെയ്യപ്പെടുന്നു. പാലക്കാട് ടൗൺ. 5 വാക്കുകൾ പ്രബോധനത്തിനായി സംസാരിക്കുന്നതിനാണ്. ടീം മലമ്പുഴ. 5 വാക്കുകൾ ബോധപൂർവം. ഉത്തരം ശരിയാണ്. 5 വാക്കുകൾ ബോധപൂർവം സംസാരിക്കുന്നതാണ് എന്നാണ് അതിൻ്റെ ഉത്തരം. എന്തുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അങ്ങനെ പറയുന്നത്? കാരണം ഇതാണ്, ഭാഷാപരം ഓരോരുത്തരെയും ആത്മീയ ഉത്കർഷണത്തിലുള്ളതാണ്. അത് കേട്ടിരിക്കുന്നവർക്ക് മനസ്സിലായെന്ന് വരില്ല. എന്നാൽ സമൂഹത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ബോധപൂർവകമായ 5 വാക്കുകൾ അത് കൂടുതൽ പ്രയോജനം ചെയ്യും സഭയ്ക്ക് എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. അതൊരിക്കലും ഭാഷാപരത്തെ താഴ്ത്തിക്കളയുന്നതല്ല. ഭാഷാപരം ആവശ്യമുണ്ട്. സ്വകാര്യ പ്രാർത്ഥനയ്ക്ക് പ്രബോധനത്തിൻ്റെ ശുശ്രൂഷയാണ് കൂട്ടായ്മയിൽ ആവശ്യമുള്ളത് എന്ന് മാത്രമാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. ടീം മലമ്പുഴ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റ്. അഭിനന്ദനങ്ങൾ. ടീം ചുള്ളിയാകുളം, നിങ്ങൾ ബസ്സമർത്തുകയും ഉത്തരം തെറ്റുകയും ചെയ്തു. അല്പമൊരു അശ്രദ്ധയാണ് നിങ്ങളെ തെറ്റായ ഉത്തരത്തിലേക്ക് നയിച്ചത്. പക്ഷേ നിങ്ങളതിന് വില കൊടുക്കേണ്ടതുണ്ട്. 5 പോയിന്റുകൾ എനിക്ക് തന്നേ മതിയാവൂ. 4ാമത്തെ ബസർ ചോദ്യം. ചോദ്യം ഇതാണ്: പട്ടണത്തിലെ സമരിയക്കാരിൽ അനേകം പേർ ഈശോയിൽ വിശ്വസിക്കുവാൻ കാരണമായ സമരിയക്കാരിയുടെ സാക്ഷ്യമെന്തായിരുന്നു? ടീം ചുള്ളിയാങ്കുളം, ആലോചിച്ചിട്ടാണോ ബസ്സമർത്തിയത്? ആണ്. ഉത്തരം കയ്യിലുണ്ട്, പറയും. അവൻ എന്നോട് പറഞ്ഞ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ ഉത്തരം ശരിയാണ്. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു ഈശോ. അതായിരുന്നു സാക്ഷ്യം. ടീം ചുള്ളിയാങ്കുളം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. 30 പോയിന്റ് കിട്ടിയിട്ട് ഒരു ആഹ്ലാദമൊന്നുമില്ലല്ലോ. വളരെ വിഷമിച്ചൊരു ചെറിയ ചിരിയൊക്കെ ആയിട്ടിരിക്കുന്നു. ചുള്ളിയാങ്കുളത്ത് നിന്ന് പോരുമ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു, അമിതമായി ആഹ്ലാദിക്കുകയൊന്നും ചെയ്യേണ്ട, സമ്മാനം കിട്ടിയാൽ അമിതമായി ദുഃഖിക്കുകയൊന്നും വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞാണ് വിട്ടത്. ഇല്ല, ജോബിനച്ഛനല്ലേ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞാണ് വിട്ടത്? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്നാൽ പിന്നെ ആഹ്ലാദിച്ചോളൂ, ഒരു കുഴപ്പമില്ല. 5ാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: ഈശോ സമരിയക്കാരിയെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. സമരിയയിലെ ഏതു പട്ടണത്തിൽ വെച്ചാണ്? ടീം പാലക്കാട് ടൗൺ, നിങ്ങളാണ് ബസ്സമർത്തിയിരിക്കുന്നത്. ഉത്തരം അറിയാലോ അല്ലേ? എന്നാ പറ. സിക്കാർ എന്ന പട്ടണത്തിൽ. ഉത്തരം ശരിയാണ്. സിക്കാർ എന്ന പട്ടണത്തിലാണ്. ടീം പാലക്കാട് ടൗൺ, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. പാഠഭാഗം മുഴുവനും അരച്ച് കലക്കി കുടിച്ചേക്കുവാണ് അല്ലേ? ആണോ? ഉത്തരം ചോദിക്കുന്നതിന് മുമ്പ് അങ്ങ് പറഞ്ഞാൽ മതി എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് ബൈബിൾ പഠിക്കുന്നത്? ബൈബിള് വായിച്ച് പഠിക്കും നമ്മൾ. പിന്നെ ഓരോ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പുസ്തകത്തിൽ നിന്നൊക്കെ നോക്കിയെടുക്കും. എഴുതി പഠിക്കും? എഴുതിയൊന്നും അങ്ങനെ പഠിക്കില്ല. വേദപാഠം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. വേദപാഠം പഠിപ്പിക്കുന്നു. അങ്ങനെ ആഗ്രഹമുണ്ടോ? ഇപ്പം നല്ല കാര്യം. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നിർണായകമായ അടുത്ത 30 പോയിന്റുകൾ നിങ്ങളുടെ ഏത് ടീം കരസ്ഥമാക്കുമെന്നറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട്. ചോദ്യം ഇതാണ്: യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ ഇത് യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച 2-ാമത്തെ അടയാളമാണ്? ടീം മലമ്പുഴ. ടീം മലമ്പുഴയാണ് ബസ്സമർത്തിയിരിക്കുന്നത്. ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ ഈ ചോദ്യമേ ചോദിക്കൂ എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഉത്തരം പറയൂ. രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തുന്നു. ഉത്തരം രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയത് എന്നാണ് ഉത്തരം. ചോദ്യം നമുക്ക് പൂർണ്ണമായി കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ ഇത് യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച 2-ാമത്തെ അടയാളമാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ പരാമർശിക്കുന്ന ഈ അടയാളം എവിടെ വെച്ചാണ് ഈശോ ചെയ്തത് എന്നതായിരുന്നു ചോദ്യം. ടീം മലമ്പുഴയുടെ ഉത്തരം നിർഭാഗ്യവശാൽ തെറ്റാണ്. നിങ്ങൾക്ക് 5 പോയിന്റ് മൈനസ് ലഭിക്കുന്നു. ചോദ്യം പാസ് ചെയ്യപ്പെടുകയാണ്. ടീം ചുള്ളിയാങ്കുളം, ഗലീലെ കാനായിൽ. ഉത്തരം ശരിയാണ്. ഈ അത്ഭുതം നടക്കുന്നത് ഗലീലയിലെ കാനായിൽ വെച്ചാണ്. ടീം ചുള്ളിയാങ്കുളം, നിങ്ങൾക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഒരല്പനേരത്തെ ധൃതി, ഒരു ചെറിയ എടുത്തുചാട്ടം നഷ്ടപ്പെടുത്തി കളഞ്ഞു 5 പോയിന്റ്. ഈ ചോദ്യത്തോടുകൂടെ 2-ാമത്തെ റൗണ്ടും ഇവിടെ പൂർണ്ണമാവുകയാണ്. താല്പര്യമുണ്ടാകും
എന്താണ് സ്കോർ ബോർഡ് എന്നറിയാൻ. ടീം മലമ്പുഴ നേടിയിരിക്കുന്നത് 115 പോയിന്റ് ആണ്. ടീം പാലക്കാട് ടൗൺ നേടിയിരിക്കുന്നത് 85 പോയിന്റ് ആണ്. ടീം ചുള്ളിയാങ്കുളം നേടിയിരിക്കുന്നത് 105 പോയിന്റ് ആണ്. ഈ എപ്പിസോഡിന്റെ 3ാമത്തെ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ റൗണ്ടിന് 2 ഘട്ടങ്ങളാണുള്ളത്. 1ാമത്തെ ഘട്ടം ടീമുകളോടുള്ള നേരിട്ടുള്ള ചോദ്യങ്ങളാണ്. 2ാമത്തെ ഘട്ടം അത് നേരിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് ഹെൽപ്പ് ഡെസ്കിനെയാണ്. നിങ്ങൾ അങ്ങനെ ഒരു അപകടം പ്രതീക്ഷിച്ചായിരുന്നു? പുറകിലും മിണ്ടാതെ ഇരുന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അങ്ങനെയൊക്കെ മതി എന്നാണോ വിചാരിച്ചത് ടീം ചുള്ളിയാങ്കുളം? അല്ല, നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തയ്യാറെടുത്തതിന് പ്രയോജനമുണ്ടാകാൻ പോവുകയാണ്. ഇതുവരെ ഹെൽപ്പ് ഡെസ്ക് നിങ്ങളായിരുന്നെങ്കിൽ ഇത്തവണ നിങ്ങൾ തന്നെ മുന്നിൽ നിൽക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൻ്റെ സഹായം തേടാൻ കഴിയുകയും ചെയ്തേക്കാം. വിഷ്വൽ റൗണ്ടിൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. അത് നേരിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം നൽകപ്പെടുന്നത് പാലക്കാട് ടൗണിനാണ്. നിങ്ങൾ റെഡിയല്ലേ? റെഡിയെങ്കിൽ വിഷ്വൽ ശ്രദ്ധിക്കാം. 11ാമത് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് അവാർഡ് ജേതാവ്, നോർത്ത് ഈസ്റ്റിൽ സ്ത്രീ ശാക്തീകരണത്തിനായി നൽകിയ സംഭാവനകൾക്കാണ് അവാർഡ്. കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഈ സിസ്റ്റർ കഴിഞ്ഞ 30 വർഷമായി നോർത്ത് ഈസ്റ്റിൽ മിഷണറിയായി പ്രവർത്തിക്കുന്നു. 2008 മുതൽ ഗോഹട്ടിയിലെ വുമൻസ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ഡയറക്ടറായും സേവനം ചെയ്യുന്നു. ആരാണ് ഈ വ്യക്തി? സിസ്റ്റർ ബെറ്റ്സി ദേവസ്യ. ഉത്തരം ശരിയാണ്. സിസ്റ്റർ ബെറ്റ്സി ദേവസ്യയാണ് ഉത്തരം. ടീം പാലക്കാട് ടൗൺ, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. 2ാമത്തെ ചോദ്യം ടീം മലമ്പുഴയ്ക്കുള്ളതാണ്. റെഡിയല്ലേ? മലമ്പുഴ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. അതുപോലെ പ്രസിദ്ധമായ ഒരു ചിത്രമാണ് കാണാൻ പോകുന്നത്. വിഷ്വൽ ശ്രദ്ധിക്കാം. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണിത്. സോവിയറ്റ് ഭരണകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ചെടുത്ത് സംഭരണ കേന്ദ്രമാക്കി മാറ്റി. പിന്നീട് അൾത്താരയുടെ സ്ഥാനത്ത് ഒരു ഭീമൻ പിയാനോ സ്ഥാപിച്ചുകൊണ്ട് ഒരു സംഗീതശാലയായി രൂപാന്തരപ്പെടുത്തി. ഇപ്പോൾ ഈ ദേവാലയം വിശ്വാസികൾക്ക് തിരികെ നൽകുവാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. ഇതിനെ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവമായി വിശ്വാസികൾ വിലയിരുത്തുന്നു. ഏതാണ് ഈ ലത്തീൻ കത്തോലിക്ക ദേവാലയം? സെന്റ് നിക്കോളാസ് കത്തീഡ്രൽ, ഉക്രൈനിലെ സെന്റ് നിക്കോളാസ് കത്തീഡ്രൽ. ഉത്തരം ശരിയാണ്. ചിത്രത്തിൽ കാണുന്നത് ഉക്രൈനിലെ സെന്റ് നിക്കോളാസ് കത്തീഡ്രലാണ്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം മലമ്പുഴ, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം ചുള്ളിയാങ്കുളത്തിനുള്ളതാണ്. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ പദവിയിലെത്തുന്ന ആദ്യത്തെ കത്തോലിക്ക വൈദികനാണ് ഇദ്ദേഹം. ബഥനി മിശിഹാനുകരണ സന്യാസ സമൂഹത്തിലെ അംഗമായ ഇദ്ദേഹം ഹൈസ്കൂൾ അധ്യാപകനും കൂടിയാണ്. ആരാണ് ഇദ്ദേഹം? ഫാദർ ജോസഫ് വരമ്പുങ്കൽ. ഉത്തരം ശരിയാണ്. ഫാദർ ജോസഫ് വരമ്പുങ്കലാണ് ചിത്രത്തിൽ കണ്ട വ്യക്തി. ടീം ചുള്ളിയാങ്കുളം, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ കൂടി. നിങ്ങൾ ശാലോം പത്രത്തിലെ ചിത്രങ്ങളെല്ലാം സൂക്ഷ്മമായി പഠിച്ചിരുന്നു അല്ലേ? നോക്കിയിരുന്നു. വെരി ഗുഡ്. ഈ റൗണ്ടിൻ്റെ 2ാമത്തെ ഘട്ടം അത് ഹെൽപ്പ് ഡെസ്കിനുള്ളതാണ്. നിങ്ങൾ തയ്യാറാണോ? ടീം ചുള്ളിയാങ്കുളം, നിങ്ങളോടാണ് ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതുപോലൊരു ഗതി വരുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നോ? ചെറുതായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചിട്ടുമുണ്ട് അല്ലേ? നിങ്ങൾ ഒരുമിച്ചിരുന്നാണോ പഠിച്ചത്? അതെ, ഒരുമിച്ചിരുന്ന് പഠിച്ചു. എവിടെ പോയിരുന്നു പഠിച്ചു? പള്ളിയിലിരുന്ന് പഠിച്ചു. പള്ളിയിൽ പോയിരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. നല്ല കാര്യം. ദേവാലയത്തിൽ നിന്ന് പഠിക്കുന്നത് നിങ്ങളെ കൂടുതൽ അനുഗ്രഹീതരാക്കി മാറ്റിയിട്ടുണ്ടാവും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ്. ആ ചിത്രം കണ്ട് എന്താണ് ആ സന്ദർഭം എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പരം ആലോചിച്ച് ഉറപ്പുവരുത്തിയിട്ട് ഉത്തരം പറയാം. നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനോട് വയർലെസ് കമ്മ്യൂണിക്കേഷൻ നടത്താം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഉത്തരം പറയാം. നിങ്ങൾ നേരിട്ട് പറഞ്ഞാൽ 30 പോയിന്റ് കിട്ടും. ഹെൽപ്പോട് കൂടിയാണ് പറയുന്നതെങ്കിൽ 20 പോയിന്റ് കിട്ടും. റെഡി? വിഷ്വൽ. റെഡിയായി? ഉത്തരം പറയാം. രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തണമെന്ന് ഈശോയോട് അപേക്ഷിക്കുന്നത്. ഉത്തരം ശരിയാണ്. കഫർനാമിൽ വെച്ച് രാജസേവകൻ തൻ്റെ ആസന്നമരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് യേശുവിനോട് അപേക്ഷിക്കുന്നതാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടത്. ഉത്തരം ശരിയാണ്. ടീം ചുള്ളിയാങ്കുളം, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ.
ആ ചിത്രം കണ്ടിട്ടെന്താ അത് പത്രോസും ഈശോയും വല്ലതും ആണോ തോന്നാതിരുന്നത്? നേരത്തെ ചിത്രം കണ്ടായിരുന്നു. നേരത്തെ ചിത്രം കണ്ടിട്ടുണ്ടായിരുന്നു. അതെവിടെ നിന്ന് കണ്ടു? ഗൂഗിളിൽ. ഗൂഗിളിൽ ഈ ബൈബിളിലെ ഭാഗങ്ങൾ മുഴുവനും ചിത്രങ്ങൾ നോക്കി കണ്ടു പഠിച്ചിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾ എന്തിനും തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ നന്നായിരിക്കുന്നു. ടീം പാലക്കാട് ടൗൺ, അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ എവിടെ ഇരുന്നാണ് പഠിച്ചത്? പള്ളിയിലൊക്കെ പോയിരുന്ന് ഒരുമിച്ചിരുന്ന് പഠിക്കുക വെച്ചു. നിങ്ങളും ഇതുപോലെ ഗൂഗിളിനകത്തൊക്കെ തപ്പി ചിത്രങ്ങളൊക്കെ പറക്കിയെടുത്ത് പഠിച്ചോ? ഇല്ലല്ലേ? അങ്ങനെ ഒരു സൂത്രം ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് അറിയുന്നത്. നിങ്ങൾക്ക് എളുപ്പമുള്ള ചോദ്യം വേണോ ബുദ്ധിമുട്ടുള്ള ചോദ്യം വേണോ? എളുപ്പമുള്ള ചോദ്യം മതി. എളുപ്പമുള്ള ചോദ്യം വേണം. അങ്ങനെയാണ് ഇവർക്ക് എളുപ്പമുള്ള വിഷ്വൽ കൊടുക്കണേ. സീ ദ വിഷ്വൽ. സമരിയക്കാരി സ്ത്രീയോട് യേശു വെള്ളം ചോദിക്കുന്ന ഭാഗം. സമരിയക്കാരി സ്ത്രീയോട് ഈശോ വെള്ളം ചോദിക്കുന്ന ഭാഗമാണ് അത് എന്നാണ് ഉത്തരം. അവിടെ ഒരു ജാറൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. കാനായിലെ വിവാഹ വിരുന്ന് വല്ലതും അല്ല അല്ല അല്ല. അതെന്താ അങ്ങനെ അല്ല എന്ന് പറയാൻ കാരണം? കിണറല്ലേ അത്? കിണറാണത്. കിണറൊക്കെ ഉണ്ട്. ഉത്തരം ശരിയാണ്. പാലക്കാട് ടൗൺ, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അത് ഈശോയും സമരിയക്കാരി സ്ത്രീയും സിക്കാർ എന്ന പട്ടണത്തിലെ യാക്കോബിന്റെ കിണറിന്റെ കരയിൽ വെച്ച് സംസാരിക്കുന്നതാണ് നിങ്ങൾ കണ്ട ദൃശ്യം. ഉത്തരം ശരിയാണ്. അഭിനന്ദനങ്ങൾ. ടീം മലമ്പുഴ, നിങ്ങളുടെ വികാരിയച്ഛൻ ആൻസനച്ഛൻ നിങ്ങൾക്ക് ചിത്രങ്ങളൊക്കെ നന്നായിട്ട് നോക്കി പഠിക്കണമെന്ന് നിർദ്ദേശം തന്നിട്ടുണ്ടാവാനുള്ള സകല സാധ്യതയുണ്ട്. അങ്ങനെ വല്ലതും കിട്ടിയായിരുന്നോ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. നിങ്ങൾ എന്നിട്ട് നന്നായിട്ട് നോക്കി. ഇവര് ചെയ്തതുപോലെ ഗൂഗിളിലെ ചിത്രമൊക്കെ തപ്പിയെടുത്തായിരുന്നോ? ആ സംഭവം ഒന്നും അറിയത്തില്ലായിരുന്നു. ഗൂഗിളിലെ ചിത്രമൊക്കെ നമുക്കെങ്ങനെ അറിയാനാണല്ലേ? പക്ഷേ ഇനിയൊരു പരീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിനെ നന്നായി ആശ്രയിക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും അല്ലേ? നമുക്ക് നോക്കാം. എളുപ്പമുള്ള ചോദ്യമായിരിക്കുമോ? എളുപ്പമുള്ളത് വേണം. എളുപ്പമുള്ളത് വേണം അല്ലേ? ആയിക്കോട്ടെ. വിഷ്വൽ. സാഹചര്യം പരിശോധിക്കുക, ചിത്രത്തെ സൂക്ഷ്മമായി വീക്ഷിക്കുക, വ്യാഖ്യാനിക്കുക, എന്നിട്ട് ഉത്തരം കണ്ടെത്തുക. രാത്രിയിൽ ഈശോയോട് സംസാരിക്കുന്നു. അതെന്താ അങ്ങനെ കണ്ടപ്പോൾ പത്രോസും ഈശോ എല്ലാം തോന്നാൻ കാരണം എന്താ? ആ ഭാഗമൊന്നും പഠിക്കാൻ പറഞ്ഞിട്ടില്ല. അത് വളരെ നല്ലൊരു ഉത്തരമാണ്. ആ ഭാഗമൊന്നും ഞങ്ങൾക്ക് പഠിക്കാനില്ലായിരുന്നു. പഠിക്കാനില്ലാത്ത ചോദ്യത്തിൽ നിന്ന് ക്വിസ് മാസ്റ്റർ ചോദിക്കില്ല എന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടല്ലേ? താങ്ക് യു. നിങ്ങളുടെ ഉറപ്പ് ശരിയാണ്. അതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തമായ ഒരു കാര്യം അതിനകത്തുണ്ട്. നോക്കൂ, ദൃശ്യം രാത്രിയിലാണ് സംഭവിക്കുന്നത്. ഇരുട്ടിലാണ് രണ്ടുപേർ സംസാരിക്കുന്നത്. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ഈശോയാണെന്ന് ഉറപ്പായും ഊഹിക്കാം. നിങ്ങളുടെ പഠനഭാഗത്ത് രാത്രിയിൽ ഈശോയെ സന്ദർശിക്കാൻ വരുന്ന ഒരാളെ കാണൂ. അതാരാണ്? നിക്കോദേമോസ് ആണ്. അതാണ് അതിന്റെ ഉത്തരം. ഫരിസേയരിലെ നിക്കോദേമോസ് എന്ന് പേരായ യഹൂദ പ്രമാണിയാണ് ഈശോയെ രാത്രിയിൽ കണ്ട് സന്ദർശിച്ച് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം മലമ്പുഴ, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. സമ്മാനം മേടിക്കാനും ശരി ഉത്തരം പറയാനും ഗൂഗിളിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് മനസ്സിലായില്ലേ? അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ടും അതിന്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. നമുക്ക് അന്വേഷിക്കാം സ്കോർ എന്താണെന്ന്. സ്കോർ ബോർഡ് പ്ലീസ്. ടീം മലമ്പുഴ നേടിയിരിക്കുന്നു 175 പോയിന്റ്സ്. ടീം പാലക്കാട് ടൗൺ നേടിയിരിക്കുന്നു 145 പോയിന്റ്സ്. ടീം ചുള്ളിയാങ്കുളം നേടിയിരിക്കുന്നു 165 പോയിന്റ്സ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 ഈ എപ്പിസോഡിന്റെ 4ാമത്തെ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ഉത്തരം അതെ എന്നുള്ളത് അതെ എന്നോ അല്ല എന്നുള്ളത് അല്ല എന്നോ മാത്രം മതി എന്നുള്ളതാണ്. നിങ്ങളുടെ ഉത്തരം ശരിയെങ്കിൽ പതിവ് പോലെ നിങ്ങൾക്ക് 30 പോയിന്റ് ലഭിക്കും. നിങ്ങളുടെ ഉത്തരം തെറ്റാണെങ്കിൽ നിങ്ങളുടെ ലഭിച്ച പോയിന്റിൽ നിന്ന് 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. പക്ഷെ നിങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാം. അപ്പോൾ പോയിന്റ് നഷ്ടപ്പെടില്ല. പകരം നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം. ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 20 പോയിന്റ് ലഭിക്കും. ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം എടുത്തിട്ടും ഉത്തരം തെറ്റിയാൽ 15 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. വ്യക്തമാണ്? ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഈ റൗണ്ട് ആരംഭിക്കുന്നത് ടീം മലമ്പുഴയിൽ നിന്നാണ്. ടീം മലമ്പുഴ, ചോദ്യം ഇതാണ് യഥാർത്ഥമായ വിശ്വാസം. നാം അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുക. ശരിയോ തെറ്റോ? ശരി. ശരിയാണ് എന്നതാണ് നിങ്ങളുടെ ഉത്തരം. നിങ്ങളുടെ ശരിയെന്ന ഉത്തരം നിർഭാഗ്യവശാൽ തെറ്റാണ്. വചനം ഇങ്ങനെയാണ്:
ഇതാണ് സ്നേഹം. നാം അവിടുത്തെ കൽപ്പനകളനുസരിച്ച് നടക്കുക. കൽപ്പനകളനുസരിച്ച് നടക്കുക എന്നുള്ളതാണ് സ്നേഹമെന്നാണ് വിശുദ്ധ യോഹന്നാൻ പഠിപ്പിക്കുന്നത്. ടീം മലമ്പുഴ, നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോയിരിക്കുന്നു. 10 പോയിന്റുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. എനിക്കത് തിരിച്ചു തരണം. രണ്ടാമത്തെ ചോദ്യം അനായാസകരമായ ചോദ്യം. അതേ അല്ലെങ്കിൽ അല്ല. ടീം ചുള്ളിയാങ്കുളം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: സ്നാപകന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായപ്പോഴാണ് അവർ യോഹന്നാനെ സമീപിച്ച് ഈശോ സ്നാനം നൽകുന്നു, എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പരാതിപ്പെട്ടത്. ശരിയോ തെറ്റോ? ശരിയാണ്. ശരിയാണ് എന്ന നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം ചുള്ളിയാങ്കുളം, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. മൂന്നാമത്തെ ചോദ്യം ടീം പാലക്കാട് ടൗണിനുള്ളതാണ്. ചോദ്യം ഇതാണ്: ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെയാണ് നമ്മളും. തെറ്റ്. തെറ്റ്. എന്താ തെറ്റെന്ന് പറഞ്ഞു? അതുപോലെയാണ്. ഇത്രയും മുന്നേറി വന്നിട്ട് അങ്ങനെ പറയാമായിരുന്നു. എന്തുകൊണ്ടാണ് തെറ്റെന്ന് പറഞ്ഞത്? അതുപോലെയാണ് ക്രിസ്തു. ഉത്തരം ശരിയാണ്. നിങ്ങൾ പറഞ്ഞ തെറ്റ് എന്നുള്ള ഉത്തരം ശരിയാണ്. ടീം പാലക്കാട് ടൗൺ, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും എന്നാണ് ആ വചനം അവസാനിക്കുന്നത്. അഭിനന്ദനങ്ങൾ. ചെറുതായിട്ട് പേടിച്ചു പോയായിരുന്നല്ലേ? ചെറുതായിട്ട് പേടിച്ചു പോയി. അങ്ങനെ ചുമ്മാ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഉത്തരം ശരിയാണെങ്കിൽ ധൈര്യപൂർവ്വം അവിടെ നിൽക്കണം. വെരി ഗുഡ്. ഈ റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ പോയിന്റ് നില എന്താണെന്ന് പരിശോധിക്കാം. ടീം മലമ്പുഴ ലഭിച്ചിരിക്കുന്നത് 165 പോയിന്റുകൾ. ടീം പാലക്കാട് ടൗൺ 175 പോയിന്റുകൾ. ടീം ചുള്ളിയാങ്കുളം 195 പോയിന്റുകൾ. ഈ മത്സരത്തിന്റെ അവസാനത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ റൗണ്ടിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് ചോദ്യം വേണമെങ്കിൽ എന്നോട് ചോദിക്കണം. ചോദിച്ചാൽ മാത്രം പോരാ, ആ ചോദ്യത്തിന്റെ വില തരികയും ചെയ്യണം. വിലയുള്ള ചോദ്യങ്ങളിലേക്ക് ആവേശപൂർവ്വം പ്രവേശിക്കാം. ആദ്യത്തെ അവസരം ടീം ചുള്ളിയാങ്കുളത്തിനാണ്. തയ്യാറാണോ? ആശങ്കയുണ്ടോ? കൈ കിട്ടിയ പോയിന്റുകൾ തിരിച്ചു കൊടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമമുണ്ടോ? ഉണ്ടോ? നല്ല വിഷമമുണ്ട്. ആദ്യത്തെ ചോദ്യത്തിൻ്റെ വില 30 പോയിന്റാണ്. തന്നാൽ നിങ്ങൾക്ക് ഞാൻ 60 പോയിന്റിന്റെ വിലയുള്ള ചോദ്യം തരും. 30 തന്ന് 60 മേടിക്കുന്നതല്ലേ ബുദ്ധി? അതെ, തരാൻ പോവുകയാണ്. തരും. പോയിന്റ് പോകുമ്പം മുഖമാകെ വാടുന്നുണ്ടല്ലോ. മുഖം വാടേണ്ട കാര്യമില്ല. 60 പോയിന്റിന്റെ ചോദ്യമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ ശരീരവും അവയവങ്ങളും എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക കാര്യത്തെ പൗലോസ്ലീഹ വിശദീകരിക്കുന്നുണ്ട്. എന്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം ഉപയോഗിക്കുന്നത്? ശരീരവും അവയവങ്ങളും. എന്തിനെ താരതമ്യപ്പെടുത്താൻ, എന്തിനെ വിശദീകരിക്കാനാണ് ഈ ഉദാഹരണം ഉപയോഗിക്കുന്നത്? സഹായം വേണോ സഹായ സംഘത്തിന്റെ? ഉത്തരം ശരിയാണ്. പരിശുദ്ധ സഭയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിച്ചു, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളുമാണ്. ടീം ചുള്ളിയാങ്കുളം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് തന്നതിൻ്റെ ഇരട്ടി 60 പോയിന്റുകൾ. കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന ചെറിയ മുഖം വാടലൊക്കെ പോയി. പക്ഷേ തീരുന്നില്ല. അടുത്ത ചോദ്യത്തിൻ്റെ വില 40 പോയിന്റാണ്. 60 കിട്ടിയതല്ലേ, അത് കൊടുത്തങ്ങ് മേടിച്ചാലോ? ആലോചിക്കും. കിട്ടിയാൽ 80 പോയിന്റാണ്. റിസ്ക് ഇല്ലാതെ ജീവിതമുണ്ടോ? ചെല്ലുമ്പോൾ അച്ഛൻ ചോദിക്കില്ലേ റിസ്ക് എടുക്കാൻ മേലായിരുന്നു? എടുക്കാം, എടുക്കാം. തരൂ 40 പോയിന്റുകൾ. അങ്ങോട്ട് മേടിക്കുമ്പോൾ ഇത്ര എണ്ണാറില്ലല്ലോ. 40 പോയിന്റുകൾ തന്നിട്ട് 80 പോയിന്റിന്റെ ചോദ്യമാണ് തരാൻ പോകുന്നത്. 80 പോയിന്റിന്റെ ധനവാന്മാരാകാൻ പോവുകയാണ്. ചോദിക്കട്ടെ. ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി വരുത്തുന്നു. എന്നാൽ പ്രവചിക്കുന്നവൻ ആർക്കാണ് അഭിവൃദ്ധി നൽകുന്നത്?
സഭയ്ക്ക്. ഉത്തരം വീണ്ടും ശരിയാണ്. പരിശുദ്ധ സഭയുടെ അഭിവൃദ്ധിയാണ് പ്രവചിക്കുന്നവർ നൽകുന്നത്. ടീം ചുള്ളിയാങ്കുളം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് നിങ്ങൾ തന്നതിൻ്റെ ഇരട്ടി 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. കഴിഞ്ഞത് രണ്ടും കർത്താവ് സഹായിച്ചു. അടുത്തത് 100 പോയിന്റിൻ്റെ ചോദ്യമാണ്. അതിനാകട്ടെ ഒരു സഹായവും കിട്ടുകയുമില്ല. ആകെ നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നത് നിങ്ങളെ തന്നെയും പരിശുദ്ധാത്മാവിനെയുമാണ്. ധൈര്യത്തോടെ മുൻപോട്ട് പോകാം. ഏതായാലും ഇത്രയായില്ലേ, ഇത് 100 കൂടെ കിട്ടിയാലെന്താ? ചെല്ലുമ്പം ഇടവകയിലെ മാതൃസംഘത്തോടൊക്കെ പറയാം, ഞങ്ങൾ റിസ്ക് എടുത്ത് മേടിച്ചുകൊണ്ട് വന്നതാണ്. പറയണ്ടേ? നീ പോയാൽ പോലും ഞങ്ങൾ ശ്രമിച്ചിട്ടാ പോയെന്ന് പറഞ്ഞോളൂ. തീരുമാനിച്ചു. തീരുമാനം എടുത്തു. 50 പോയിന്റാണ് തിരിച്ചു പോകുന്നത്. വിഷമമുണ്ടോ? സങ്കടമൊന്നുമില്ല. സങ്കടമില്ലെന്ന് വാക്കുകൊണ്ട് പറഞ്ഞാലും പകുതി കണ്ണ് നിറഞ്ഞ് കണ്ടമിടറി. ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്: ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ എന്ത് കാര്യത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം? പ്രവചനവരത്തിനായി. നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. ഒരല്പം ആലോചന കൂടിയാകാമായിരുന്നു. ഉത്തരം ഇതാണ്: വ്യാഖ്യാനത്തിനുള്ള കഴിവിനായി കൂടി പ്രാർത്ഥിക്കണമെന്നാണ്. ടീം ചുള്ളിയാങ്കുളം, നിങ്ങൾക്ക് 50 പോയിന്റുകൾ നഷ്ടപ്പെടുകയാണ്. പക്ഷെ വിഷമിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ 2 ചോദ്യങ്ങളിലും നിങ്ങൾ കൃത്യമായി ഉത്തരം പറയുകയും മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതൊരു കാര്യമാക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് 50 പോയിന്റുകൾ. വിഷമമായോ? വിഷമാവുമ്പോഴും നിങ്ങൾ ചിരിക്കുകയാണോ ചെയ്യുന്നത്? ഓക്കെ, അടുത്ത അവസരം ടീം പാലക്കാട് ടൗണിനാണ്. പാലക്കാട് ടൗൺ റെഡിയാണോ? ചോദിക്കട്ടെ? പാലക്കാട് ടൗൺ ചർച്ചുകാർ എന്ത് റിസ്ക്കും എടുക്കാൻ പരിശീലനം ലഭിച്ചവരാണെന്ന് തോന്നുന്നു. ആണോ? അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം മേടിക്കാൻ പോവാണ്. 30 പോയിന്റുകൾ തന്നാൽ ഞാൻ ചോദ്യം തരും. 30 പോയിന്റിൻ്റെ ചോദ്യം കിട്ടിയാൽ നിങ്ങൾക്ക് 60 പോയിന്റാണ്. ചോദ്യം ഇതാണ്: ലോകം മുഴുവനും നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയിരുന്ന സോവിയറ്റ് യൂണിയൻ എന്ന സാമ്രാജ്യത്തിൻ്റെ തലവൻ പിന്നീട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു കത്തിൻ്റെ സ്വാധീനത്താൽ അദ്ദേഹത്തെ വത്തിക്കാനിൽ സന്ദർശിക്കുകയും 2 വർഷങ്ങൾക്ക് ശേഷം സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടുകയും ചെയ്തു. ആരാണ് ഈ ഭരണാധികാരി? മിഖായിൽ ഗോർബച്ചേവ്. ഉത്തരം ശരിയാണ്. അത് മിഖായേൽ ഗോർബച്ചേവാണ്. ടീം പാലക്കാട് ടൗൺ, നിങ്ങളെടുത്ത റിസ്കിന് ഫലമുണ്ടായിരിക്കുന്നു. ലഭിക്കുന്നു നിങ്ങൾക്ക് 60 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. 60 പോയിന്റ് കിട്ടുമ്പോഴും 30 പോയിന്റ് കൊടുക്കുമ്പോഴും ഒരേ ഭാവത്തോടെ നിൽക്കുന്ന ആളുകളെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 80 പോയിന്റിൻ്റെ ചോദ്യമാണ് നിങ്ങൾ കിട്ടാൻ പോകുന്നത്. 40 പോയിന്റ് എനിക്ക് തരേണ്ടി വരും. തരൂ. ചോദ്യം ഇതാണ്: ഗ്വാദലൂപ്പയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ആർക്കാണ്? സാൻ ജുവാൻ ഡിയാഗോ. ഉത്തരം ശരിയാണ്. സാൻ ജുവാൻ ഡിയാഗോ എന്ന കർഷകനാണ് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ടീം പാലക്കാട് ടൗൺ, അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ലഭിക്കുന്നു തന്നതിൻ്റെ ഇരട്ടി 80 പോയിന്റുകൾ. പോയിന്റ് കിട്ടിയിട്ട് അതിൻ്റെ സന്തോഷമൊന്നും ഇല്ലാണ്ട് വേറെ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുവാണോ? ഇല്ല. ഇനി അടുത്ത് എടുക്കണമെന്നാണോ ചർച്ച ചെയ്യുന്നത്? അടുത്ത ചോദ്യം 50 പോയിന്റുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ചോദ്യമാണ്. നഷ്ടപ്പെടുത്തുന്നോ? ഇത്രയൊക്കെ പറയാൻ പറ്റിയ സ്ഥിതിക്ക് 100 പോയിന്റിൻ്റെ ഒരു ചോദ്യം കൂടെ പറയാൻ പറ്റില്ലേ? വേണ്ട. ചോദ്യം വേണ്ട. നിങ്ങൾ ആ ചോദ്യം ഉപേക്ഷിക്കുക. ഏതായിരുന്നിരിക്കും നിങ്ങളുടെ ചോദ്യം എന്നറിയാൻ താല്പര്യമുണ്ടോ? അടുത്ത ചോദ്യത്തിൽ അത് കേൾക്കാം. പോകാം നമുക്ക് ടീം മലമ്പുഴയുടെ അടുത്തേക്ക്. ടീം മലമ്പുഴ, ടെൻഷനുണ്ടോ? ഒരു ടെൻഷനുമില്ല. ഇങ്ങനെ കൊടുത്ത് ലാഭകരമായ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. കൊടുത്തൊക്കെ പോയിട്ടേ ഉള്ളൂ. അങ്ങനെയല്ല. തരുന്നോ 30 പോയിന്റ്? തരൂ.
30 പോയിന്റുകൾ കൈവിട്ടു പോവുകയാണ്. ചോദിക്കട്ടെ, ചോദ്യം ഇതാണ്: എങ്ങനെയുള്ളവരെയാണ് വഞ്ചകർ എന്നും അന്തിക്രിസ്തു എന്നും യോഹന്നാന്റെ ലേഖനത്തിൽ പരാമർശിക്കുന്നത്? യേശുക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചിട്ടുള്ള അല്ല എന്ന് പറയുന്നവർ. ഉത്തരം ശരിയാണ്. യേശുക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്നുവെന്ന് സമ്മതിക്കാത്തവരെയാണ് അങ്ങനെ പറയുന്നത്. ടീം മലമ്പുഴ, നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ തന്നതിൻ്റെ ഇരട്ടി 60 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം 40 പോയിന്റ് പോകും, കളയണം. മത്സരിക്കാൻ പോവാണ്. 40 പോയിന്റ് കളഞ്ഞ് മത്സരിക്കാൻ പോവാണ്. തന്നോളൂ. നാൽപ്പത് പോയിന്റുകളാണ് കഷ്ടപ്പെട്ട് നേടിയതിൽ നിന്ന് തിരിച്ചു തന്നേക്കുന്നത്. അത് പോകൂ? അറിയില്ല. ചോദ്യം കേൾക്കാം. ചോദ്യം ഇതാണ്: ശിഷ്യന്മാർ തിരിച്ചെത്തുമ്പോൾ ഈശോ സമരിയക്കാരി സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. അത് കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടത്? ഈശോ ഒരു സ്ത്രീയോട് സംസാരിച്ച് നിൽക്കുന്നതാണ്. ഉത്തരം ശരിയാണ്. ഈശോ ഒരു സ്ത്രീയോട് സംസാരിച്ച് നിൽക്കുന്നത് കണ്ടാണ് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടത്. ടീം മലമ്പുഴ, നിങ്ങൾക്ക് ലഭിക്കുന്നു 80 പോയിന്റുകൾ. അന്നത്തെ കാലത്ത് യഹൂദ റബ്ബിമാർ പരസ്യമായി സ്ത്രീകളോട് സംസാരിക്കുമായിരുന്നില്ല. യഹൂദ വംശത്തിൻ്റെ, യഹൂദ പാരമ്പര്യത്തിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം സ്ത്രീകൾക്ക് വലിയ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ സാക്ഷ്യത്തിന് പോലും വിലയില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈശോ ഇങ്ങനെ പഠിപ്പിച്ചത്: സ്ത്രീയും പുരുഷനും തുല്യരാണ്. അത് മനസ്സിലാകാത്ത ജനമാണ്, അവരുടെ പ്രതിനിധികളായ ശിഷ്യന്മാരാണ് അവൻ പരസ്യമായിരുന്ന ഒരു സ്ത്രീയോട് റബ്ബിയായിരിക്കെ സംസാരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. അടുത്ത ചോദ്യം 100 പോയിന്റുകൾ കിട്ടാവുന്ന ചോദ്യമാണ്. 100 പോയിന്റുകളാണ് കിട്ടാവുന്നത്. എടുക്കണം. വെറും 50 പോയിന്റ് കൊടുത്താൽ മതി. എടുക്കാൻ പോവാണ്. പക്ഷെ 50 പോയിന്റ് പോകും. ഹെൽപ്പ് ഡെസ്കിന്റെ സഹായവുമില്ല. തരുവാണ്. ചോദ്യം: വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ, അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ജയിൽ തടവുകാർ ഒരു ചാപ്പൽ നിർമ്മിച്ചതായി ശാലോം പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. എവിടെയാണ് അത് നിർമ്മിച്ചത്? രാജ്യം മാത്രം പറഞ്ഞാലും നിങ്ങൾക്ക് പോയിന്റ് ലഭിക്കും. അർജന്റീനയിലെ കാറ്റമാർക്ക. ഉത്തരം ശരിയാണ്. അർജന്റീനയിലെ കാറ്റമാർക്കയിലാണ് തടവ് പുള്ളികൾ വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ നാമത്തിൽ ഒരു ദേവാലയം നിർമ്മിച്ചത്, ഒരു ചാപ്പൽ നിർമ്മിച്ചത്. ടീം മലമ്പുഴ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് സുവർണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ട 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. പർച്ചേസ് റൗണ്ടിൻ്റെ ഈ അവസാന ചോദ്യവും പൂർത്തിയാകുമ്പോൾ ആരാണ് ഈ മത്സരത്തിൻ്റെ വിജയികളെന്ന് കണ്ടെത്താൻ പോവുകയാണ്. നമുക്ക് പോകാം സ്കോർ ബോർഡിലേക്ക്. വ്യത്യസ്തങ്ങളായ 5 റൗണ്ടുകളാണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. നിരവധി ചോദ്യങ്ങൾ പർച്ചേസ് ചെയ്തും നിരവധി പോയിന്റുകൾ നേടിയും ഏതൊക്കെ ടീമുകളാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. 245 പോയിന്റോടുകൂടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നു പാലക്കാട് ടൗൺ ചാർജ്. 1ാം സ്ഥാനത്ത് 285 പോയിന്റോടുകൂടെ ടീം മലമ്പുഴ. നമുക്കറിയാം 2 ടീമുകളാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് ടീം മലമ്പുഴയും ടീം പാലക്കാട് ടൗണുമാണ്. നിങ്ങൾക്ക് 2 പേർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. മത്സരത്തിൽ വിജയിക്കുക എന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് ശക്തിയോടെ മത്സരിക്കുക, അവസാനം വരെ പോരാടുക എന്ന് പറയുന്നത്. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്ന വിശുദ്ധഗ്രന്ഥ ഭാഗത്തെക്കുറിച്ചും പഠന മേഖലകളെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തതയുള്ള ധാരണയുണ്ട്. നിങ്ങളത് നിങ്ങളുടെ ഉത്തരങ്ങളിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ എപ്പോഴും നമുക്കറിയാമല്ലോ, എല്ലാ ടീമുകൾക്കും ഒരുപോലെ മുന്നോട്ട് പോകാൻ പറ്റില്ല. വീണ്ടും നമുക്ക് കാണാൻ കഴിയും വിജയശ്രീലാളിതരായി മറ്റ് സന്ദർഭങ്ങളിൽ, മറ്റ് മത്സരവേദികളിൽ പഠിച്ചുകൊണ്ടേയിരിക്കുക. വചനം നിങ്ങളെ വഴി നടത്തട്ടെ. സ്നേഹപൂർവ്വം ഞങ്ങൾ നിങ്ങളെ യാത്രയാക്കുകയാണ്. ഹൃദയപൂർവ്വം ഞങ്ങളുടെ അഭിനന്ദനങ്ങളും നിങ്ങളെ അറിയിക്കുകയാണ്.
അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം പെനുവേൽ ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മുഖം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 പുതിയൊരധ്യായം ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും നമ്മൾ കണ്ടുമുട്ടും പുതിയൊരു എപ്പിസോഡുമായി, പുതിയ ചോദ്യങ്ങളുമായി, പുതിയ ടീമുകളുമായി. അതുവരെയും കാത്തിരിക്കാം, പ്രാർത്ഥനയിലായിരിക്കാം. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടൊത്തുണ്ടാകട്ടെ. എല്ലാവർക്കും ഉദ്ധിതനായ മിശിഹായുടെ സ്നേഹവും അനുഗ്രഹവും നേരുന്നു. ആമേൻ.